കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. സുഹൃത്തുക്കളെ, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പുതുതായിട്ട് ഉദയം ചെയ്ത ഏതെങ്കിലും പാട്ടുകാരനൊന്നുമല്ല കേട്ടോ, PC വിഷ്ണുനാഥ്. ഞാൻ ഒന്നുകൂടി അതിനെ വർഗീയവൽക്കരിച്ച് തന്നെ പറയട്ടെ. ഹിന്ദുവായിട്ടുള്ള PC വിഷ്ണുനാഥ്, ഹിന്ദുവായിട്ടുള്ള MLA ആയിട്ടുള്ള ഈ PC വിഷ്ണുനാഥ്, അതും കോൺഗ്രസ്സുകാരനായിട്ടുള്ള, ഏത് സമയം വേണമെങ്കിലും BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള മിക്ക കോൺഗ്രസ്സുകാരുടെ ഏകദേശ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു പാരഡി പാട്ടാണ്. ഈ പാരഡി പാട്ട് അയ്യപ്പനെ അവഹേളിക്കുന്ന പാട്ടാണ് എന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ആദ്യമായിട്ട് ഈ പോറ്റിയെ കേറ്റിയെ അയ്യപ്പൻ്റെ സ്വർണവും മറ്റൊക്കെ എല്ലാം കൊണ്ടുപോയ എന്ന രീതിയിൽ ഒരു അവഹേളന വീഡിയോ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു AI നിർമ്മിത വീഡിയോ ആണ്. പക്ഷെ ഇതൊരു AI നിർമ്മിത വീഡിയോ ആണെന്നും മറ്റും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് യാഥാർത്ഥ്യത്തിലുള്ള ഒന്നാണ് എന്നടക്കം പല ആൾക്കാരും വിശ്വസിച്ച് പോകുന്നുണ്ടെന്ന കാര്യം ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ ഒരു വിഷയമായി വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത്, എടാ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വിഷയമല്ലേ, നീ എന്തപ്പോൾ ഇതുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായത്, ഹിന്ദുക്കളുടെ എല്ലാ അട്ടിപ്പേരാവകാശം തേടി നടക്കുന്ന അല്ലെങ്കിൽ അത് മുഴുവൻ പേര് നടക്കുന്ന ഒരാളുണ്ട്. അവരെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവരാണ് ആള്. കണ്ടില്ലേ? ഇവർ പേര് ശശികല എന്നാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന, ഹിന്ദുക്കൾ ഉണരണം എന്നടക്കം പറയുന്ന ആളുകളാണ്. ഹിന്ദുക്കൾ ഇങ്ങനെ ഉണരാത്തതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. വേടനെതിരെ വേടൻ്റെ ജാതിപ്പാട്ട് മാത്രം പാടിയാൽ മതി എന്നൊക്കെ ആക്രോശിച്ച ഒരാളാണ്. അങ്ങനെ ഈ ശബരിമല കാലഘട്ടത്തിലൊക്കെ ശബരിമലയിൽ കയറിയിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവരൊക്കെ അറിയാം. വർഗീയ വർത്തമാനമല്ലാതെ വേറൊരു വർത്തമാനം ഇവർ വായ തുറന്നാൽ പറഞ്ഞിട്ടില്ല ഇത്ര കാലവും. അതും നമുക്കറിയാം. ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹിന്ദുക്കളുടെ എല്ലാ അട്ടിപ്പേറും ഇവരെ കൈവശമാണ് എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ ഈ ഒരു അയ്യപ്പനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ കളിപ്പിക്കുന്ന, ഭഗവാൻ അയ്യപ്പനെ കളിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പാട്ട്, അതൊരു ഹിന്ദു വിരുദ്ധ പാട്ടാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് കൊണ്ട് വിശ്വാസം ഹനിക്കപ്പെടുക എന്നീ പറയുന്ന പരിപാടിയൊന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യാത്തത്? നോക്കൂ, ഒരാളുടെ സംഗതി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു എഴുത്ത്. നോക്കൂ, രസം അതല്ല, ഉറങ്ങുമ്പോൾ വരെ കിന്തു ഉണരം എന്ന് പറയുന്ന ശശികല വരെ ശബരിമല അയ്യപ്പനെ വെച്ച് DJ പാട്ടാക്കി സംഘികളും മൂരികളും കൊങ്ങികളും സുഡാപ്പി മൗദ്യൂതികളെല്ലാം തെരുവിൽ നൃത്തം ആടിയപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. അവരുടെ ഒന്നും കിന്തു വീണ് വികാരം ഉണർന്നില്ല. എന്തേ? കാരണം ഒന്നേ ഉള്ളൂ, അപ്പുറത്ത് CPM ആണ്. അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഭക്തി. ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് ഈ സംഗതി. ഭയങ്കര രസകരമായിട്ടാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. നോക്കൂ, ഈ അയ്യപ്പനെ ആക്ഷേപിക്കുന്ന ഈ ഒരു പാട്ട് വെച്ചിട്ട് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇവിടെയുള്ള സംഘികളും ഇവിടുത്തെ മൂരികളും കൊങ്ങികളും സുഡാപ്പി മൗദ്യൂതി ടീം മുഴുവൻ ഈ ഒരു പാട്ടും തെരുവിൽ വെച്ച് തുള്ളിക്കളിക്കുകയാണ്. നമുക്കറിയാം, നല്ല രസകരമായ ഒരു പാട്ടാണ്. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി എന്ന് പറയുന്നത് അത് ഗംഭീരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഭജന സംഘങ്ങളൊക്കെ പാടുന്നൊരു പാട്ടാണ്. അത് ഏറ്റു പാടാൻ രസമാണ്. അതിലൊരു ഭക്തിയുടെ ഒക്കെ ഒരു രസമുണ്ട്, ഒരു രാഗഛായ ഉണ്ട്. എന്നാൽ തന്നെ അത് നമുക്ക് സുഗന്ധരമായിട്ടൊക്കെ കേട്ടിരിക്കാൻ എപ്പോഴും സാധിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. പലപ്പോഴും ഒരു പക്ഷേ കേരളത്തിലെ ഈ ഒരു മകരമാസ കാലഘട്ടത്തിൽ പല ആളുകളും ഉണർന്നിരുന്നത് അമ്പലത്തിലൊക്കെ വെക്കുന്ന ഈ ഒരു പാട്ട് കേട്ടിട്ടൊക്കെ ആയിരിക്കും എന്നുകൂടി എനിക്ക് തോന്നിപ്പോകുന്നത്. പല ആളുകളുടെയും ഒരു നൊസ്റ്റു പാട്ട് കൂടിയാണത്. ആ ഒരു പാട്ടിനാണ് പാരഡ് ഉണ്ടാക്കി. ശരി, പാരഡ് ഉണ്ടാക്കി. പക്ഷേ അതിങ്ങനെ
അവഹേളിക്കുന്ന തരത്തിൽ ഇങ്ങനെ പാട്ടുപാടി നടന്ന എല്ലാ ആൾക്കാരും അവഹേളിക്കുന്നതിൽ ഇങ്ങനെ പാട്ടുപാടി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു അവഹേളനമാണ് എന്ന് ശശികല അടക്കമുള്ള ആളുകൾക്ക് തോന്നാത്തത്? അവരെന്താണ് ഈ ഒരു പാട്ടുകളെ ഉണ്ടാക്കിയതിനെതിരെ ഒരു പോസ്റ്റ് ഇടാത്തത്? അല്ലാത്ത സ്ഥലത്തിൽ മുഴുവൻ നോക്കൂ, ശബരിമല കാലഘട്ടത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെല്ലാം ഈ ഒരു വിളക്ക് നടത്തും, അയ്യപ്പൻ വിളക്ക് നടത്തും. അതിന് ഭാഗമായിട്ട് അയ്യപ്പൻ്റെയും വാവരുടെയും ഒരു സാങ്കല്പിക കഥയൊക്കെ അവിടെ അവതരിപ്പിക്കാൻ ആളുകൾ വരും. അതിന് ഭാഗമായിട്ട് അവിടെ ഈ വാഴയുടെ തണ്ട് കൊണ്ടൊക്കെ, വാഴയുടെ പോള കൊണ്ടൊക്കെ ഈ അമ്പലവും ശബരിമലയും ഒപ്പം ഒരു പള്ളിയൊക്കെ, വാവർ പള്ളിയൊക്കെ ഉണ്ടാക്കും. അവസാനം അതെല്ലാം പൊട്ടിച്ചു കളയും, അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ആ സംഗതിക്ക് എതിരെ പോലും വാവര് പള്ളി പോലത്തെ പള്ളികൾ ഒരിക്കലും അമ്പലമുറ്റത്ത് ഉണ്ടാക്കരുത് നടക്കാനടക്കം പോസ്റ്റ് ചെയ്ത ഇവര് എന്തുകൊണ്ടാണ് ഇതിനെതിരെ മിണ്ടാതിരുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആ പറയുന്ന പാട്ട് മുഴുവൻ ആർക്കെതിരെയാണ് എന്നുള്ളതാണ്. ആ പാട്ട് മുഴുവൻ നമ്മുടെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്ത് വിശ്വാസപ്പാട്ടും ഇറക്കിക്കഴിഞ്ഞാലും അവഹേളിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണെങ്കിൽ അത് ഇവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇവർക്കത് വളരെയധികം സന്തോഷത്തോടെ ഇവരത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ വിശ്വാസം ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. രാഷ്ട്രീയപരമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഇവരൊക്കെ വിശ്വാസത്തിൻ്റെ ഏക അടിത്തറ എന്ന് നമുക്ക് ഈ ഒരു സംഗതി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബൈ.